നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 762 762. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 762. വിഷയത്യാഗം. അതാണല്ലോ ഇപ്പോൾ 32ാമത്തെ സർഗ്ഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ. അതിൽ 23ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. വിഷയത്യാഗം. അണുവും പതറാതെ ആത്മസാക്ഷാത്കാരം എഴുംവരെ ഭഗവത് ഭക്തിഭാവത്തിൽ ഉള്ളം മുഴുകിടും വരെ. വളരെ ശ്രദ്ധിക്കേണ്ടതാ കാര്യം. അണുവും പതറാതെ ആത്മസാക്ഷാത്കാരം എഴും വരെ ഭഗവത് ഭക്തിഭാവത്തിൽ ഉള്ളം മുഴുകിടും വരെ. ഈ വിധം ത്രിഗുണോൽപ്പന്ന ശരീരം ഭക്തിവിദ്യയാൽ ഗുണങ്ങളെ നശിപ്പിച്ചു തന്നെത്താനെ അടങ്ങിടും. തീറ്റ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു വസ്തു നേരാവില്ല, സ്വയം നശിക്കും. ഈ ശരീരത്തിലുള്ള ക്യാൻസർ സെല്ലുകൾ നശിക്കാൻ ഉപവാസം നല്ലതാണെന്നാണ് പറഞ്ഞത്. ഉപവാസം അറ്റ്ലീസ്റ്റ് ഒരു 24 മണിക്കൂർ ഒന്നും കഴിക്കാതെ ഇരിക്കുക. ഉപവാസം. ഒരുപാട് ഈ ഒബ്സിസിറ്റി, പൊണ്ണത്തടി കമ്മിയാവുന്ന മാത്രമല്ല ഒരുപാട് അസുഖങ്ങൾ ഇല്ലാതെ ഉണ്ടാവുന്ന. അപ്പോൾ ഈ വിധം ത്രിഗുണോൽപ്പന്ന ശരീരം. ഇപ്പോൾ ഒരാൾക്ക് രജോ ഗുണം ഉണ്ടായില്ല വിചാരിക്കുക, നമ്മൾ ജനിക്കില്ല. ഇപ്പോൾ എൻ്റെ അച്ഛന് രജോ ഗുണം ഇല്ലെങ്കിൽ ഞാൻ ജനിക്കില്ല. എനിക്ക് രജോ ഗുണം ഇല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ടാവില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ നിങ്ങളുടെയൊക്കെ സ്ഥിതി തന്നെയാണ്. പക്ഷെ ആ രജോ ഗുണം അപകടകരമായ രീതിയിലേക്ക് പോകാൻ പാടില്ല. മക്കളുണ്ടായി എന്നുള്ളത് ഓക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ത്രിഗുണോൽപ്പന്നം ശരീരം ഭക്തിവിദ്യയാൽ ഗുണങ്ങളെ നശിപ്പിച്ച് തന്നെത്താനെ അടങ്ങിടും. മുളങ്കാട്ടിലുരഞ്ഞുണ്ടാം തീയുടൻ കാട് അതൊക്കെയും കത്തിച്ചു തനിയെ തന്നെ ശാന്തമാകുന്ന മാതിരി. ഈ കാട്ടിൽ മുളകൾ പരസ്പരം ഉരസിയിട്ടാണ് തീ ഉണ്ടാവുന്നത്. അത് കാടിനെ മുഴുവൻ ദഹിപ്പിക്കും, അങ്ങനെ ഇല്ലാണ്ടാവും. മുളങ്കാട്ടിൽ ഉരഞ്ഞുണ്ടാം തീയുടൻ കാട് അതൊക്കെയും കത്തിച്ചു തനിയെ തന്നെ ശാന്തമാകുന്ന മാതിരി. ഇത്രയും കേട്ടു ചോദിച്ചാൻ ഉദ്ധവൻ തൊഴുതിങ്ങനെ. ഉദ്ധവനാണ് ഇത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ ഞാൻ തെറ്റായിട്ട് എപ്പോഴെങ്കിലും അക്രൂരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഉദ്ധവോപദേശം എന്നാണല്ലോ പറയുക അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ പേരുകളൊക്കെ അങ്ങോട്ട് മാറിയെന്ന് വരും, സാറില്ല. ഇത്രയും കേട്ടു ചോദിച്ചാൻ ഉദ്ധവൻ തൊഴുതിങ്ങനെ. ശബ്ദാദിയായ വിഷയം മിക്കതും ദുഃഖകാരണം. ഈ ഒരു ഉപദേശം 6, 8, 10, 12 വയസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ ശിഷ്ടകാലം നമ്മൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് സുഖിച്ചു വാഴാം. ശബ്ദാദിയായ വിഷയം മിക്കതും ദുഃഖകാരണം. അതറിഞ്ഞും വിടും നീല മഹാപണ്ഡിതനായാലും മൃഗങ്ങൾ ആവിധം ചെയ്യിൽ തെറ്റില്ല, അത് അറിയാതെ ചെയ്തത് എന്ന് പറഞ്ഞാൽ അവർ മൃഗങ്ങളായിരിക്കണം എന്നാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. മൃഗങ്ങൾ ആവിധം ചെയ്യിൽ തെറ്റില്ല, അത് അറിയാതെയാം. വിശേഷബുദ്ധിയുള്ളോർകളാമട്ടാവതു കഷ്ടമാം. വിശേഷബുദ്ധി
ഉള്ള മനുഷ്യന്മാർ അങ്ങനെ ചെയ്യുന്നത് തെറ്റാന്ന് തന്നെ പറഞ്ഞത്. അറുപ്പാൻ കൊണ്ടുപോകും ആടും ഏറുകൊള്ളുന്ന നായ്ക്കളും. എന്താ പ്രസൻറ്റേഷൻ! അറക്കാൻ കൊണ്ടുപോകുന്ന ആടുകളും അടുത്ത് കണ്ട പുല്ല് കണ്ട അപ്പക്കപ്പും, ഏറുകൊള്ളുന്ന നായ്ക്കളും വാലാട്ടിയിട്ട് മേ 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 പറഞ്ഞിട്ട് പിന്നാലെ വരും. അതാണ് പറഞ്ഞത്. അപ്പോൾ വിശേഷ ബുദ്ധിയുള്ളവർകൾ ആ മട്ടാവത് കഷ്ടമാം മറുപ്പാൻ കൊണ്ടുപോകും ആടും ഏറുകൊള്ളുന്ന നായ്ക്കളും ചവിട്ടേൽക്കും കഴുതയും പോലെ മർത്യനുമാകയാം. അതിൻ കാരണം ഒന്ന് അമ്പാർന്നരുളിടണം ഈ വിധം. അപ്പോൾ ഉദ്ധവർ പറയാണ്, എന്താണ് ഇതിന് കാരണം? അപേക്ഷിച്ച മഹാഭക്തോത്തമനോടോദിനാൻ പ്രഭു. തന്നോട് അപേക്ഷിച്ച ഉദ്ധവനോട് ഭക്തോത്തമനോടോദിനാൻ പ്രഭു ആത്മാവല്ലി ദേഹമാം ഞാനെന്നു തെറ്റിദ്ധരിക്കയാൽ. ആത്മാവ് എന്താണെന്ന് അറിയാണ്ട് ശരീരമാണ് ആത്മാവ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരീരമല്ല ഞാൻ, ആത്മാവാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തണം. അതിൻ്റെ കാർഷ്യവും മറ്റും തൻ്റേതെന്നോർപ്പൂ മാനുഷൻ. നീളം പോരെങ്കിൽ ചിലവർ എക്സസൈസ് ചെയ്ത് നീളം കൂട്ടാൻ ശ്രമിക്കും. തടി കൂടിയാൽ കുറയ്ക്കാൻ എക്സസൈസ് ചെയ്യും. തടി ഇല്ലാത്തവർ തടി ഉണ്ടാവാൻ എക്സസൈസ് ചെയ്യും. ഇതെല്ലാം കറുത്തവനാവുക, വെളുത്തവനാവുക, ഇരുനിറക്കാരനാവുക ഒക്കെ കർമ്മഫലത്തിനനുസരിച്ചാണെന്നാണ് പറഞ്ഞത്. കർമ്മഫലം എന്തൊക്കെ അനുഭവിക്കാൻ ബാക്കിയുണ്ട് അതൊക്കെ അനുഭവിക്കാനുള്ള വേഷം കെട്ടാണ് ഈ പുനർജന്മം. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ കാർഷ്യവും മറ്റും തൻ്റേതെന്നോർപ്പു മാനുഷൻ സത്വപ്രധാനമാം മായ അയാളുടെ മനസ്സിൽ രജോ ഗുണത്തിൻ കറയാം കാമകോപമദാദികൾ. രജോ ഗുണത്തിൻ കറയാം കാമകോപമദാദികൾ. രജോ ഗുണം വിറ്റുന്ന അറിയാം, രാഷ്ട്രീയക്കാരനാവും. ബുദ്ധിയുള്ളവൻ ഈ വെള്ളം ചീറ്റുന്ന പീരങ്കിയുടെ അടിയിൽ പോയി നിൽക്കുമോ? ആലോചിച്ച് നോക്കൂ. ചെവി പൊട്ടത്തത് എന്തിനാ? ഡയഫ്രം പൊട്ടിപ്പോവും. ചീറ്റണമെന്ന് അറിയാം, പിന്നെ എന്താ അവൻ ചീറ്റണത്? അവൻ ഭരണപക്ഷത്തുള്ള പോലീസ് പറഞ്ഞതേ കേൾക്കുള്ളൂ അവൻ. അപ്പോൾ അതാരാ ഇതിന് കാരണക്കാരൻ? എതിർപക്ഷത്തുള്ളവർ, പ്രതിപക്ഷത്തുള്ളവർ. അപ്പോൾ ഇത്തരം പ്രകടനങ്ങൾ ചെയ്യണത് മമതയ്ക്ക് വേണ്ടിയിട്ടാണ്, പരോപകാരത്തിനല്ല എന്നുള്ളത് ഉറപ്പാണ്. പ്രവിഷയോ രജോ ഗുണത്തിൻ കറയാം കാമകോപമദാദികൾ നിറഞ്ഞു നിന്യമാം 100 നികൃഷ്ട വിഷയങ്ങളിൽ. നിറഞ്ഞ നിന്യമാം 100 നികൃഷ്ട വിഷയങ്ങളിൽ ഓരോന്നിലും ഗുണം കണ്ടു ശീലിച്ചും മതികെട്ടുടൻ. മനസ്സ് മുട്ടിയിട്ട് ഇതും വേണം അതും വേണം മറ്റേതാം ഗുണം ഇങ്ങനെ അല്ലേ. ഒരു സാരി എടുക്കണമെന്ന് പറഞ്ഞ് ടെക്സ്റ്റൈൽ ഷോപ്പ് പോയാൽ ഒരു 3-4 എടുത്ത് വയ്ക്കും. ഇതിൽ ഏതാ വേണ്ട? അല്ല, ഇതും വേണം അതും വേണം മറ്റേതും വേണം എന്നാ. അതാണ് മായ. പറഞ്ഞില്ലേ? നിറഞ്ഞു നിന്യമാം 100 നികൃഷ്ട വിഷയങ്ങളിൽ ഓരോന്നിലും ഗുണം കണ്ടു ശീലിച്ചു മതികെട്ടുടൻ ഇതും വേണം അതും വേണം മറ്റേതാം ഗുണമിങ്ങനെ. ദുരാശകൾ ഉയർന്നും കൊണ്ട് ഓടിയിടും ആ വിധം. അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായ ഏറുകൊണ്ട പന്നീനെ പോലെ. തിങ്കളാഴ്ചയാണെങ്കിൽ ഏത് മഹാക്ഷേത്രത്തിൽ പോയി ഭജിച്ചാലാണ് ശിവപെരുമാൾ കഷ്ടകാലങ്ങൾ മാറ്റി ഭാഗ്യം തരിക? ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അല്ലേ, ബുധൻ വ്യാഴം വിഷ്ണു ക്ഷേത്രങ്ങൾ, കൃഷ്ണ ക്ഷേത്രങ്ങൾ, വെള്ളിയാഴ്ച ലക്ഷ്മി ക്ഷേത്രങ്ങൾ,
ശനിയാഴ്ച ഹനുമൽ സ്വാമി, ശ്രീരാമസ്വാമി ആരും വിടില്ല. ഞായറാഴ്ച പറയും വേണ്ട, പള്ളിക്ക് പോവുക, മെഴുകുതിരി കത്തിക്കാനായി. അപ്പോൾ ദുരാശകളുയർന്നും കൊണ്ട് അങ്ങിങ്ങോടിയിടും മാവിധം രജോ ഗുണത്തള്ളൽ മൂലം ഇന്ദ്രിയങ്ങൾക്ക് അധീനനായി. ഇന്ദ്രിയങ്ങൾക്ക് അധീനമായിട്ട് തെറ്റുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? രജോ ഗുണത്തള്ളൽ മൂലം. ദുഃഖമാണെന്നറിഞ്ഞാലും വിടാൻ വയ്യാതെയാകയാം. രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും തെറ്റാണ് സംഭവിക്കുന്നതെന്നും ദുഃഖമാണ് ഫലം എന്നൊക്കെ അറിയാം. അറിഞ്ഞിട്ട് തന്നെ അവർ ചെയ്യണത്. ദുഃഖമാണെന്നറിഞ്ഞാലും വിടാൻ വയ്യാതെയാകയാം. ഈ മട്ടവൻ വീര്യമറ്റുമാഴ്കുന്നു മരണം വരെ. ഈ മട്ട് അവൻ വീര്യമറ്റുമാഴ്കുന്നു മരണം വരെ. ഇതെല്ലാം ഓർത്തും മതിമാൻ ആഗ്രഹങ്ങൾ ഉദിക്കലും വിഷം കലർന്നുള്ളവയാണവയെന്നോർത്തറിഞ്ഞുടൻ. അപ്പോൾ വിശേഷബുദ്ധിയുള്ളവൻ എന്താ ചെയ്യുക? ഇതെല്ലാം ഓർത്തും മതിമാൻ, മനസ്സുള്ളവൻ, നല്ല മനസ്സുള്ളവൻ, മതിമാൻ ആഗ്രഹങ്ങൾ ഉദിക്കലും വിഷം കലർന്നുള്ളവയാണവയെന്നോർത്തറിഞ്ഞുടൻ. വിടേണം ദുഃഖമൂലങ്ങൾ വീണ്ടും വീണ്ടും. വിടേണം ദുഃഖമൂലങ്ങൾ, ദുഃഖത്തിന് കാരണമായ കാരണങ്ങളെ വിടണം. വീണ്ടും വീണ്ടും മഹാശയൻ സങ്കല്പങ്ങൾ അണഞ്ഞേടിൽ അപ്പോൾ തന്നെ സാധകൻ എന്തു ചെയ്യും? അടിച്ച് അകറ്റിക്കൊള്ളേണം ദയാ കാത്തൊരു തൽപ്പവും. ആരോട്? ദുഷ്ടതകളോട് നമ്മൾ ദയ കാണിക്കരുത്, അടിച്ചു ഓടിക്കണവരേനെ. അതിനായി എന്നിൽ ഉൾപ്പൂമൊട്ടർപ്പിച്ചിടേണം മാവതും. അതിന് നീ എന്ത് ചെയ്യണം? ഹേ സാധക, അതിനായി എന്നിൽ മനസ്സ് എന്നിൽ അർപ്പിക്കണം എന്നാണ് പറഞ്ഞത്. മനസ്സ് എന്നിൽ അർപ്പിച്ച് ചെയ്താൽ ഇതൊന്നും കുഴപ്പമില്ല. മടങ്ങാതെ മുടങ്ങാതെ മടിച്ചിടാതെ നിത്യവും. എന്താ ശൈലി! വാട്ട് എ പോയിന്റ്! മടങ്ങാതെ മുടങ്ങാതെ മടിച്ചിടാതെ നിത്യവും ശ്രദ്ധാപൂർവം രാവിലെയും വൈകുന്നേരവും എങ്കിലും ഒരേ മട്ടത്രയും നേരം ഇരിപ്പാൻ അഭ്യസിച്ചുടൻ. കുറേ നേരം എന്നാണ് പറഞ്ഞത്, 1 മിനിറ്റ് 2 മിനിറ്റ് അല്ല. കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ അപ്പം തുറക്കണമെന്നായി. അപ്പോൾ ശ്രദ്ധാപൂർവം രാവിലെയും വൈകുന്നേരവും എങ്കിലും ഒരേ മട്ടത്രയും നേരം ഇരിപ്പാൻ അഭ്യസിച്ചുടൻ പ്രാണനെ കീഴടക്കിടാൻ പരിശീലിപ്പതുത്തമം. അതിനാണ് പ്രാണായാമം. പ്രാണനെ കീഴടക്കിടാൻ പരിശീലിപ്പത് ഉത്തമം. അങ്ങിങ്ങ് അലഞ്ഞിടും ചേതസ് എന്നിൽ നിർത്തേണ്ടും മാവിധം. അങ്ങിങ്ങ് അലഞ്ഞിടും ചേതസ് എന്നിൽ നിർത്തേണ്ടും ആ വിധം യോഗങ്ങളോതിനേൻ പണ്ട് സനകാദികളോട് ഞാൻ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ ബാധകാന്നാണ് പറഞ്ഞത്. അവരോടുപദേശമെമ്പോട് അവതാരത്തിൽ നടന്നതാവിധം. അവരോട് ഉപദേശം അമ്പോട് ഏതവതാരത്തിൽ നടന്നതാവിധം അറിയേണ്ടും അപേക്ഷ കേട്ട് അലിഞ്ഞരുൾ ചെയ്താൻ അരവിന്ദലോചനൻ. ഉദ്ധവൻ്റെ ചോദ്യത്തിൽ മനസ്സ് അലിഞ്ഞ് പറഞ്ഞു കൊടുത്തു. അവരോട് ഉപദേശം അമ്പോട് ഏതവതാരത്തിൽ നടന്നതാവിധം അറിയേണ്ടും അപേക്ഷ കേട്ട് അലിഞ്ഞരുൾ ചെയ്താൻ അരവിന്ദലോചനൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ 32 സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 33-ാം സർഗം ഹംസഗീതം. ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ടിട്ടുള്ള വേദാന്ത പ്രകരണങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഹംസഗീതം. ചിത്തവൃത്തികൾ നീക്കേണ്ടും ഉപായം സനകാദികൾ അച്ഛൻ്റെ അരികൾ ചെന്ന് ചോദിച്ചാർ മെല്ലെ മെല്ലവേ. ചിത്തവൃത്തികൾ, അതായത് മനസ്സിൻ്റെ അടക്കമില്ലായ്മ എങ്ങനെ സംഭവിക്കുക?
അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യുക, അടക്കം ചെയ്യുക? വിഷയങ്ങൾ അപ്പോൾ ചിത്തവൃത്തികൾ നീക്കേണ്ടും ഉപായം സനകാദികൾ ബ്രഹ്മാവിൻ്റെ അരികിൽ ചെന്നു ചോദിച്ചാർ മെല്ലെ മെല്ലവേ. വിഷയങ്ങളിലേക്കോടും എപ്പോഴും മർത്യമാനസം. മരണം സ്വാഭാവികമുള്ള മനുഷ്യൻ മനസ്സ് എപ്പോഴും വിഷയങ്ങളിലേക്ക്, പാട്ട്, കൂത്ത്, കാഴ്ച, സ്വാദ്, അല്ലേ, അങ്ങനെ തരംതിരിയും. വിഷയങ്ങളിലേക്കോടും എപ്പോഴും മർത്യമാനസം. വന്നിടും വാസനകളാൽ അവ ഇങ്ങോട്ടുമങ്ങിനെ. വാസനകളെ കൊണ്ട് എക്സ്പീരിയൻസ് മേക്ക് ഹാബിറ്റ്സ് എന്ന് പറയും. ഈശ്വരാങ്കൽ അണഞ്ഞിടാൻ എത്രയും വെമ്പി നിൽപ്പവൻ. ഈശ്വരങ്കൽ അണഞ്ഞിടാൻ എത്രയും വെമ്പി നിൽപ്പവൻ. ഈ മട്ട് അകറ്റവയ്യാത്ത ബന്ധം നീക്കേണ്ടതെങ്ങനെ? എന്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. എവിടെ നമുക്കതൊക്കെ മനസ്സിലാക്കാനുള്ള സമയം? അവിടെയാണ് പരിഭാവനത നഷ്ടം വരുന്നത്. ഈശ്വരങ്കൽ അണഞ്ഞിടാൻ എത്രയും വെമ്പി നിൽപ്പവൻ. ഈ മട്ട് അകറ്റവയ്യാത്ത ബന്ധം നീക്കേണ്ടതെങ്ങനെ? ചോദ്യമാണ്. അനുത്തരം പറയണു. ഇവ അന്യോന്യം എമ്മട്ടിൽ വിട്ടുനിൽക്കും മഹാപ്രഭു. ഭഗവാനെ ഒന്ന് പറഞ്ഞു തരൂ. ഇവ അന്യോന്യം എമ്മട്ടിൽ വിട്ടുനിൽക്കും മഹാപ്രഭു. കർമ്മത്തിൽ മുഴുകും ബ്രഹ്മാവതിനേതും ഒരു തരം. അപ്പോൾ ബ്രഹ്മാവിന് ഉത്തരം പറയാൻ പറ്റിയില്ല. കർമ്മത്തിൽ മുഴുകും ബ്രഹ്മാവതിനേതും ഒരു തരം. തോന്നാഞ്ഞ കൺകളും ചിമ്മി എന്നെ ധ്യാനിച്ചിരിക്കവേ. അൾട്ടിമേറ്റ് പോയിൻ്റ് മഹാവിഷ്ണുവിനോട് യാചിക്കുക, ധ്യാനിച്ചും കൊണ്ട്, എന്നാൽ ഉത്തരം കിട്ടും. അപ്പോൾ അദ്ദേഹം ഹംസാവതാരം എടുത്തിട്ട് മറുപടി പറയാണ്. തോന്നാഞ്ഞു കൺകളും ചിമ്മി എന്നെ ധ്യാനിച്ചിരിക്കവേ. ഹംസരൂപത്തിലവിടം പ്രത്യക്ഷപ്പെട്ടു ഞാനുടൻ. പെട്ടെന്ന് ഹംസരൂപം ധരിച്ചിട്ട് ഞാനവിടെ എത്തി. വിധാതാവിനെ മുൻനിർത്തി മുനീന്ദ്രർ വിനയത്തോടും കൈകൂപ്പി അവിടുന്നാരാണെന്നു ചോദിച്ചുമല്ലവേ. വിധാതാവിനെ മുൻനിർത്തി മുനീന്ദ്രർ വിനയത്തോടും കൈകൂപ്പി അവിടുന്നാരാണെന്നു ചോദിച്ചുമല്ലവേ. ആരോടെ ചോദിച്ചത്? ഹംസത്തിനോട്. എവിടുന്നാ വരണത്? ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നായി. അതിന്നു ഞാൻ അന്നവരോടുര ചെയ്തതു ചൊല്ലിടാം. അന്ന് ഞാൻ അവരോട് എന്താ പറഞ്ഞത് അത് ഞാൻ നിങ്ങളോട് പറയാമെന്നാണ് പറഞ്ഞത്. അതിന്നു ഞാൻ അന്ന് അവരോടുര ചെയ്തത് ചൊല്ലിടാം. വിദ്വാൻമാർ നിങ്ങൾ ചോദിച്ചത് ആത്മാവെ പറ്റിയാകുമോ? അല്ലേ, നിങ്ങളിപ്പോൾ എന്താ ഇവിടെ സംസാരം ഉണ്ടായത്? ആത്മാവ് എന്താണെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ഞാൻ പറഞ്ഞുതരാം. വിദ്വാൻമാർ നിങ്ങൾ ചോദിപ്പതാത്മാവെ പറ്റിയാകുമോ? അതല്ല ഈ കാൺമൊരു വെറും ദേഹത്തെ പറ്റിയാകുമോ? രണ്ടായാലും നിങ്ങൾ ചെയ്തുള്ളൊരു ചോദ്യം അയുക്തമാം. അതായത് ആത്മാവിനെ പറ്റിയിട്ടാണോ ശരീരത്തിനെ പറ്റിയിട്ടാണോ എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ചോദ്യം യുക്തമല്ല എന്ന് പറഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ മറുപടിയാണ് പറഞ്ഞത്. ആത്മാവല്ലാതെ മറ്റൊന്നില്ലല്ലോ ചോദിപ്പതാരോടാം. എല്ലാം ആത്മാവല്ലാണ്ട് ഒന്നുമില്ല. ഇപ്പം ആരോടൊപ്പം ഇത് ചോദിക്കുക? ദേഹത്തോടെങ്കിൽ ഈ രണ്ടും പഞ്ചഭൂതങ്ങളല്ലയോ? ദേഹത്തോടെങ്കിൽ ആത്മാവ് ശരീരമാണ് എങ്കിൽ ഈ രണ്ടും പഞ്ചഭൂതങ്ങളല്ലയോ? പരമാർത്ഥ വിചാരത്തിലേതും മുട്ടായ കാരണം. ചോദ്യം പ്രസക്തമില്ലെങ്കിൽ ഉത്തരം എങ്ങനെ പ്രസക്താവുക? പരമാർത്ഥ വിചാരത്തിലേതും മുട്ടായ കാരണം. ചോദ്യം പോലുത്തരം ചൊൽകിൽ അതും തീരെ അബദ്ധമാം. ചോദ്യം മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയണം, അല്ലെങ്കിൽ അബദ്ധവും. മനസ്സുകൊണ്ടും കൺമുമ്പാം ഇന്ദ്രിയം കൊണ്ടും ഈ വിധം ഗ്രഹിപ്പതെല്ലാം ഞാനല്ലാതില്ല ഒന്നും ഓർക്കുവാൻ. വളരെ പ്ലെയിൻ ടോക്കാം. മനസ്സുകൊണ്ടും കൺമുമ്പാം ഇന്ദ്രിയം കൊണ്ടും ഈ വിധം ഗ്രഹിപ്പതെല്ലാം ഞാനാം
ഞാനല്ലാതില്ലൊന്നും ഓർക്കുവിൻ പലതായി കാൺമതു വെറും നാമരൂപാതി വിഭ്രമം. ഒന്നിനെ പലതായി പറയുന്നുണ്ട് ബ്രാഹ്മണര്. അതിന് കാരണം എന്താ? പലതായി കാൺമതു വെറും നാമരൂപാതി വിഭ്രമം. പരസ്പരം ഇണങ്ങിയിടും മനസ്സും വിഷയങ്ങളും രണ്ടും ഞാനായി ജീവൻ്റെ ദുർവിലാസൈകരംഗമാം. പരസ്പരം ഇണങ്ങിയിടും മനസ്സും വിഷയങ്ങളും രണ്ടും ഞാനായ ജീവൻ്റെ ദുർവിലാസൈകരംഗമാം. വീണ്ടും വീണ്ടും നുകർന്നീടിൽ വിഷയം വിടുവാൻ പണി. കള്ള് കുടിക്കണ്ടെന്നാണ് വിചാരിച്ച് കുടിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നമില്ല. കുടിച്ച് നോക്കിയാൽ തെറ്റി, പിന്നെ കുടിക്കണമെന്നാവും. അതുകൊണ്ടാണ് പറഞ്ഞത് മിന്നും. അപ്പോൾ പറഞ്ഞു, അതിനായി എന്നുലുൾപ്പും മൊട്ടർപ്പിച്ചിടേണം വിധം. ഇതിലേക്കാണ് പോകേണ്ടത്. വീണ്ടും വീണ്ടും നുകർന്നീടൽ വിഷയം വിടുവാൻ പണി. മനസ്സിന് അതുമല്ല ഇങ്ങോട്ടതു വാസനയായി വരും. ഇനി മനസ്സിനങ്ങനെ ആഗ്രഹമില്ലെങ്കിലും വിഷയത്തിന് വൈരാഗ്യം വന്നില്ലെങ്കിൽ ആ വിഷയത്തെ സ്വീകരിക്കണമെന്ന് മനസ്സ് പറയും. അത് അബദ്ധമായിട്ട് വരും. ആകയാൽ ഇവൻ എൻ പുണ്യരൂപലീലാരസങ്ങളിൽ മുഴുകിയിടേണം ആ രണ്ടു ബാധയും ദൂരെ നീങ്ങുവാൻ. അപ്പോൾ നമ്മൾക്ക് ഏതെല്ലാം തരം തെറ്റിദ്ധാരണകളുണ്ട് അതെല്ലാം തീരാൻ നമ്മൾ എന്ത് ചെയ്യണം? ആകയാൽ ഇവൻ എൻ്റെ പുണ്യരൂപലീലാരസങ്ങളിൽ, ഭഗവാന്റെ പുണ്യലീലാരസങ്ങളിൽ മുഴുകിയിടേണം ആ രണ്ടു ബാധയും ദൂരെ നീങ്ങുവാൻ. വേറെ വഴിയില്ല. ജീവൻ ജാഗ്രത്തു മുമ്പായ മൂന്നവസ്ഥകളാർന്നവൻ ആത്മാ അവസ്ഥയിലേക്ക് എമ്മട്ടുയർന്നിടും അതോതിടാം. ആത്മാവ് എങ്ങനെയാണ് ഉയരേണ്ടത് അത് ഞാൻ പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്വാദി ഗുണമൂലങ്ങൾ ഈ അവസ്ഥകൾ മൂന്നിനും കേവലം സാക്ഷിയായി മാത്രം വർത്തിക്കേണ്ടവനാം ഇവൻ. എല്ലാറ്റിലും സാക്ഷിയായി മാത്രം വർത്തിച്ചാൽ മതി. കർത്തൃത്വവും ഭോക്തൃത്വവും സ്വീകരിക്കാതെ ഇരിക്കുക. അങ്ങനെ ഞാൻ ചെയ്തതെന്ന് ആരും പറയണ്ട. അതുകൊണ്ടാണ് സത്വാദി ഗുണമൂലങ്ങളെ അവസ്ഥകൾ മൂന്നിനും കേവലം സാക്ഷിയായി മാത്രം വർത്തിക്കേണ്ടവനാം ഇവൻ. ദേഹം ഞാനെന്നുറപ്പിക്കലും ബുദ്ധിയോടുള്ള ചർച്ചയാൽ ഞാൻ ഉറങ്ങുകയാണെന്നും മറ്റും തെറ്റിദ്ധരിച്ചുടൻ ജാഗ്രാദികൾ മൂന്നിനും അടിമപ്പെട്ടു പോകയാം. അടിമപ്പെടുകയാണ്. ജാഗ്രതാദികൾ മൂന്നിനും അടിമപ്പെട്ടു പോകയാം. ഇതോർത്ത് അവസ്ഥ മൂന്നിനും മുകളിൽ ആനന്ദപൂർണനായി ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ സാവകാശം മനസ്സ് ആ ശക്തിയിൽ ലയിപ്പിക്കുക. പ്രകൃതിജന്യമായ ഗുണങ്ങളിൽ രമിക്കാതെ കൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. ജാഗ്രതാദികൾ മൂന്നിനും അടിമപ്പെട്ടു പോകയാം. ഇതോർത്തവസ്ഥ മൂന്നിനും മുകളിൽ ആനന്ദപൂർണനായി വിളങ്ങും എന്നെ സേവിക്കും ജീവൻ ത്രൈഗുണ്യ ചിന്തകൾ. എന്നെ സേവിക്കുന്ന ജീവനാണ് രക്ഷപ്പെടുക. എന്നിൽ രസിക്കാത്ത ജീവന്മാർക്ക് രക്ഷയില്ല. ജീവൻ ത്രൈഗുണ്യ ചിന്തകൾ അകന്നകന്ന് തന്നെത്താൻ ആത്മാവായി തന്നെ മിന്നിടും. അപ്പോൾ ഇതോർത്ത് അവസ്ഥ മൂന്നിനും മുകളിൽ ആനന്ദപൂർണനായി വിളങ്ങും എന്നെ സേവിക്കും ജീവൻ ത്രൈഗുണ്യ ചിന്തകൾ. മൂന്ന് വിധത്തിലുള്ള ചിന്തകൾ അകന്നകന്നു തന്നെത്താൻ ആത്മാവായി തന്നെ മിന്നിടും. വെറും ദേഹാഭിമാനത്താൽ വന്നൊരീ ലോകവിഭ്രമം ആത്മസ്വരൂപം ഒട്ടാകെ മൂടി നിൽപ്പോരനർത്ഥമാം. ആത്മസ്വരൂപമൊട്ടാകെ മൂടി നിൽപ്പൊരനർത്ഥമാം. പൂർണ്ണത്വം ഓർക്കാതങ്ങിങ്ങു കൈമലർത്തുകയാം പ്രഭു. അങ്ങനെയുണ്ട്. പൂർണ്ണത്വം ഓർക്കാതെ അങ്ങിങ്ങ്
കൈമലർത്തുകയാം പ്രഭു. ആകയാൽ വിഷയാകാംക്ഷ വിഷം തീരെ അകറ്റുകിൽ. വിഷയാകാംക്ഷ വിഷം തീരെ അകറ്റുകിൽ. സച്ചിദാനന്ദ സൗഭാഗ്യമാർന്നു സമ്പന്നനാം അവൻ. വേണ്ടാത്തതിനെ അങ്ങോട്ട് തിരസ്കരിച്ചാൽ സച്ചിദാനന്ദ സൗഭാഗ്യം മാർന്നു സമ്പന്നനാമവൻ. മിന്നും ഈ നില നേടേണം. തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നില നേടണം. മർത്യനായി പിറന്നവൻ, മരണം സ്വാഭാവികമായിട്ടുള്ളവൻ എന്നെ സ്വീകരിക്കണം. ഉണ്ണായി കുറങ്ങായിക എന്നല്ലി ഉര ചെയ്വതിൻ പൊരുൾ. ഉണ്ണാനും പാടില്ല, ഉറങ്ങാനും പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്നാണ്. അല്പകാര്യങ്ങളിൽ തന്നെ നശിക്കായെന്നു മാത്രമാം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആഗ്രഹിച്ചിട്ട് നശിക്കരുത്. വമ്പൻ കാര്യമാണ് ഏത്? ഈശ്വരഹിതത്തിനനുസരിച്ച് ജീവിച്ച് മോക്ഷം പ്രാപിക്കുക എന്നുള്ളത്. അത് നമ്മുടെ കടമയാണ്, നമ്മുടെ കടപ്പാടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അല്പകാര്യങ്ങളിൽ തന്നെ നശിക്കായെന്നു മാത്രമാം പല പദ്ധതിയും മേന്മേൽ ഓർത്തു നാൾ പോക്കിടും നരൻ. സത്സംഗം ഈശ്വരകഥാശ്രവണം നാമകീർത്തനം ഭഗവത് ധ്യാനം ഈ വണ്ണം ഓരോരഭ്യാസ വായ്പിനാൽ. വേണ്ടതാണ് ജാസ്തി പഠിക്കേണ്ടത്, വേണ്ടാത്തത് പഠിക്കാൻ പാടില്ല. അപ്പോൾ സത്സംഗം ഈശ്വരകഥാശ്രവണം നാമകീർത്തനം ഭഗവത് ധ്യാനം ഈ വണ്ണം ഓരോരഭ്യാസ വായ്പിനാൽ. ആയുഷ്കാലത്തിൽ 6-7 ആണ്ടുകളെങ്കിലും ഇങ്ങനെ. ആയുഷ്കാലത്തിൽ ഒരു 6-7 ആണ്ടുകൾ വേദങ്ങളും പഠിച്ച പുരാണങ്ങളും പഠിച്ചാൽ രക്ഷപ്പെടാമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. എല്ലാം കൂടി 10-24 വർഷം നമ്മൾ സ്കൂളും കോളേജും കൂടി ചെയ്യണില്ലേ? അതൊക്കെ അവിടെ നിന്നോട്ടെ. പുരാണ ഇതിഹാസങ്ങളും വേദാന്തങ്ങളും പഠിച്ചാൽ രക്ഷപ്പെടാം. അതാണ് ആയുഷ്കാലത്തിൽ 6-7 ആണ്ടുകളെങ്കിലും ഇങ്ങനെ ആത്മോദ്ധാരണ കാര്യത്തിൽ മുഴുകേണ്ടതല്ലയോ. കാമിനി കനകാസക്തി കീർത്തി വ്യാമോഹം ഈ വക ലോകവിഭ്രാന്തിയുൾക്കാമ്പിൽ വെച്ചുകൊണ്ടുല്ലസിപ്പവൻ. നീളുന്നൊരത്ഭുത സ്വപ്നം വിഴിച്ചും കൊണ്ടുകാൺകയാം. ഇതാണ് സത്യം. കാമിനി കനകാസക്തി കീർത്തി വ്യാമോഹം ഈ വക ലോകവിഭ്രാന്തിയുൾക്കാമ്പിൽ വെച്ചുകൊണ്ടുല്ലസിപ്പവൻ. നീളുന്നൊരത്ഭുത സ്വപ്നം വിഴിച്ചും കൊണ്ടു കാണുകയാം. എന്നിട്ടോ അവൻ ചിന്തിപ്പതും മറ്റും സ്വപ്നത്തിൻ വകഭേദമാം. പാണ്ഡിത്യം വിനയം ക്ഷാന്തി മുമ്പായ ഗുണമൊക്കെയും. അവൻ ചിന്തിപ്പതും മറ്റും സ്വപ്നത്തിൻ വകഭേദമാം. പാണ്ഡിത്യം വിനയം ക്ഷാന്തി മുമ്പായ ഗുണമൊക്കെയും. ആത്മോദ്ധാരണ ലക്ഷ്യത്തിൽ അണയായിൽ അസംശയം. സംശയമില്ല എന്നാണ് പറഞ്ഞത്. ആത്മോദ്ധാരണ ലക്ഷ്യത്തിൽ അണയായിൽ അസംശയം. ഭുക്തിക്കു മാത്രമല്ലാതെ മുക്തിക്കാവില്ല തീർച്ചയാം. അവിടെ നിർത്താം. ഭുക്തിക്ക് ഉപകരിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. മോക്ഷത്തിന് ഉപകരിക്കാത്ത യാതൊരു കാര്യം നമ്മൾ ചെയ്തു പോകരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.